അടുത്ത ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലെ കമ്പ്യൂട്ടർ റൂമുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സപ്രഷൻ സിസ്റ്റത്തിൻ്റെ ഡിസൈനിൻ്റെ ബേസിക്സ് ഐഡിയ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പ്രോജക്റ്റ് വെച്ചാണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്ലാനിൽ കാണിച്ചേക്കുന്ന ഒരു 8 മീറ്റർ നീളം 4 മീറ്റർ വീതിയുള്ള ഒരു കമ്പ്യൂട്ടർ റൂം. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് അറിയാൻ വേണ്ടി അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ എലിവേഷൻ വ്യൂവിൽ ഹൈറ്റ് നമുക്ക് 2.5 മീറ്റർ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിവിധ സ്റ്റെപ്പുകളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ റൂം ഹസാർഡ് എന്ത് ടൈപ്പ് ഹസാർഡാണെന്ന് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ അവിടെ എന്ത് ടൈപ്പ് ക്ലാസ് ഓഫ് ഫയറാണ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ അവിടുത്തെ മാക്സിമം ടെമ്പറേച്ചറുകൾ എത്രയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നൊരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രിംഗ്ലർ സിസ്റ്റത്തിൻ്റെ ഒരു വേറൊരു പതിപ്പാന്ന് വേണമെങ്കിൽ പറയാം. സ്പ്രിംഗ്ലറിൻ്റെ സ്ഥാനത്ത് നോസിലുകളും, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫയറിനെ സപ്രസ് ചെയ്യാൻ പറ്റുന്ന ഇന്നർട്ടായിട്ടുള്ള ചില ഗ്യാസുകളുണ്ട്, FM200 എന്നൊക്കെ പറയുന്ന ഗ്യാസുകൾ. അതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയല്ലോ ഫയർ ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ടെട്രാഹെഡ്രോണിൽ എന്താ സംഭവിക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി വേറെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ ആ ഓക്സിജനെ കട്ട് ചെയ്ത് അതുവഴി നമ്മുടെ ഫയറിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ റൂമിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. അവിടുത്തെ വോളിയം അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അതിൻ്റെ ഹൈറ്റ് ഓൾറെഡി 2.5 മീറ്ററും നീളവും വീതിയും നമുക്ക് 8 മീറ്ററും 4.25 മീറ്ററായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കമ്പ്യൂട്ടർ റൂം ക്ലാസ് എ ടൈപ്പ് ഫയറിലാണ് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഗ്യാസാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ FM200 എന്ന് പറഞ്ഞൊരു ഗ്യാസാണ്, അതാണ് എക്സ്റ്റിങ്ക്വിഷിങ് മീഡിയം എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എത്ര ലെവലിൽ എന്നുള്ളൊരു കോൺസെൻട്രേഷൻ എന്നുള്ളൊരു ടേമിലാണ് പറയുന്നത്. 7% നമ്മൾ ജനറലി വയ്ക്കാറുള്ളത്. അതിൻ്റെ ആസ് പെർ സ്റ്റാൻഡേർഡ് നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ 2001 പ്രകാരമാണ് ആ ഒരു 7% എന്ന് പറഞ്ഞൊരു ഇത് വയ്ക്കുന്നത്. ഒരു ശതമാനക്കണക്കാണെന്ന് മനസ്സിലാക്കുക തൽക്കാലം. പിന്നെ നമ്മൾ എപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടി കൃത്യം 7% കൊണ്ടുപോയാൽ ചിലപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ആയില്ലല്ലോ എന്ന് കരുതി നമ്മൾ അതിൻ്റെ ഒരു 20% കൂടുതലായിട്ട് ഇടും. അതായത് 7.5 × 1.2, അതായത് 8.4% ഉള്ള കോൺസെൻട്രേഷൻ ഉള്ള രീതിയിലാണ് നമ്മൾ ഇനി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ എത്ര ഉണ്ടെന്നുള്ള രീതിയിലാണ് പോകാൻ പോകുന്നത്. ഇനി നമ്മൾ ആ റൂമിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വോളിയം കുറച്ച് വയ്ക്കണം. ഇപ്പോൾ കമ്പ്യൂട്ടർ റൂമിൽ കാര്യമായിട്ട് ഒബ്സ്ട്രക്ഷൻ ഇല്ല എന്നുള്ളൊരു അസംഷനിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഉണ്ടാവാം നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വോളിയം നമ്മൾ മൈനസ് ചെയ്ത് ഗ്രോസ് വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയമാണ്. അതിൽ വോളിയം ഓഫ് ഒബ്സ്ട്രക്ഷൻസ് നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ള നെറ്റ് വോളിയം ആയിരിക്കണം നമ്മൾ കാൽക്കുലേഷൻ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞൊരു ഫോർമുല യൂസ് ചെയ്യുകയാണ്. അപ്പോൾ സ്പെസിഫിക് വോളിയത്തിൻ്റെ ഫോർമുല ഗ്യാസ് എക്സ്പാൻഷൻ അനുസരിച്ച് വ്യത്യാസം വരും. നമ്മുടെ ഗ്യാസ് ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ എക്സ്പാൻഷൻ അനുസരിച്ച് പല വ്യത്യാസങ്ങൾ വരും. എന്നാൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് = 0.1268 + 0.005133 × T എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിൽ T എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ 2 ടെമ്പറേച്ചറുകളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. 20 ഡിഗ്രി 30 ഡിഗ്രി അതിൻ്റെ മിനിമം മാക്സിമം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഒരു ശരാശരി ഒരു കമ്പ്യൂട്ടർ റൂമിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് അതായിരിക്കണം എന്നുള്ള അസംഷനിലാണ്. കാരണം അതിൻ്റെ കമ്പ്യൂട്ടർ റൂം എന്നുള്ള ഉദ്ദേശിക്കുന്നത് സാധാരണ കമ്പ്യൂട്ടർ ഒരു ലാബ് എന്നുള്ള അതാവാം. അതിലുപരി നമ്മൾ കൂടുതൽ സെർവേഴ്സൊക്കെ വയ്ക്കുന്ന ഈ സെർവേഴ്സൊക്കെ ഇരിക്കുന്ന റൂമുകളെയാണ് മെയിൻലി ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് 0.1363 m3/kg എന്ന് പറഞ്ഞാണ് നമുക്ക് എസിൻ്റെ വാല്യൂ കിട്ടിയേക്കുന്നത്, സ്പെസിഫിക് വോളിയത്തിൻ്റെ വാല്യൂ കിട്ടിയേക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം പെർ കിലോഗ്രാമാണ്. അപ്പോൾ ഇതിൽ കാണാം 0.1363 m3/kg എന്നാണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ്. ഇപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സിലിണ്ടർ ആയിരിക്കും. ആ നമ്മുടെ നൈട്രജൻ്റെ ഓക്സിജൻ്റെ സിലിണ്ടർ കണ്ടിട്ടില്ല, അതേപോലത്തെ ടൈപ്പ് സിലിണ്ടറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എത്രയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, W = അത് വെയിറ്റാണ് നമുക്ക് കിട്ടുന്നത്, ഇൻ കിലോ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് = വോളിയം / നമ്മൾ നേരത്തെ ചെയ്ത സ്പെസിഫിക് വോളിയം ഇൻറ്റു C/C 100 - C എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ C എന്ന് പറഞ്ഞതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെൻട്രേഷൻ, ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം അതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 57.23 kg കിട്ടുന്നു. പിന്നെ അതുകൂടാതെ നമ്മുടെ ഗ്യാസിൻ്റെ സ്വഭാവം നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് പല വ്യത്യാസങ്ങളും വരും. അപ്പം നമ്മൾ ഒറിജിനലി ഗ്യാസ് തറ ലെവലാണെങ്കിൽ അതിനേക്കാളും
1.5 1500 മീറ്റർ മുകളിൽ നിന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് അതിനുവേണ്ടി നമ്മൾ ഒരു ഗ്യാസിൻ്റെ ഡിവൈഡ് ബൈ 0.83 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആ ഒരു അതായത് എയർ മുകളിലേക്ക് പോകുന്നവർ തിന്നറാവും. അപ്പോൾ അതിനുവേണ്ടി മോർ ഗ്യാസസ് വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഓരോ ഫ്ലോർ വൈസ് ഒക്കെ മുകളിലൊക്കെയാണ് വെക്കണമെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ നമ്മൾ ജനറലി ഇപ്പോൾ എടുത്ത പ്രോജക്റ്റിൻ്റെ അകത്ത് നമ്മുടെ സീ ലെവലിനേക്കാൾ ഇത്ര ഹൈറ്റ് എന്നുള്ള രീതിയിൽ ബിൽഡിങ്ങിൻ്റെ കേസാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് എത്ര നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സീ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റ്, നമ്മുടെ മീൻ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് അനുസരിച്ച് നമ്മുടെ ഈ ഗ്യാസിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഗ്യാസ് ചിലപ്പോൾ വേണ്ടി വരും. എങ്കിലാണ് നമ്മൾ ഈ എക്സ്റ്റിങ്വിഷർ അല്ലെങ്കിൽ തീ അണയ്ക്കൽ ഒരു പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഹൈറ്റിൻ്റെ ഫാക്ടർ എടുക്കുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രോജക്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് എടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾക്ക് 68 കിലോ എന്ന് കിട്ടി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ആ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് തിരിച്ച് ആ ഫോമുല തന്നെ തിരിച്ചൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് നേരത്തെ കണ്ട ഫോമുല ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് വെയിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് പകരം കോൺസെൻട്രേഷൻ നോക്കാം. നമ്മൾ C = ആ ഫോമുല ഒന്ന് തിരിച്ചിടുക ചെയ്ത് ആദ്യം കണ്ട ഫോമുല ഉണ്ടല്ലോ, ഈ W = V/S ഇൻറ്റു അതിന് അതേ ഫോമുല തന്നെ ഒന്ന് തിരിച്ച് വന്നതാണ് ഈ കാണുന്നത്. C = 100 ഇൻറ്റു WS/V ഇൻറ്റു WS/V + 1 എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നെ. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. C ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ 20 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. പക്ഷേ നമ്മൾ 1363 നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് C 7.7 എന്ന് പറഞ്ഞു. അതായത് നമുക്ക് മിനിമം 7.7 വേണം. 7 എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയിരുന്നു. എന്നിട്ട് നമ്മളതിൽ സേഫ്റ്റി ഫാക്ടർ 1.2 ഒക്കെ വെച്ചെടുത്തിരുന്നു. അപ്പോൾ നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസിലും ഈ പറഞ്ഞ 1500 ആൾട്ടിറ്റ്യൂഡിലും ഈ ഗ്യാസ് വച്ച് കഴിഞ്ഞാലും നമുക്കൊരു കോൺസെൻട്രേഷൻ കുഴപ്പമില്ലാണ്ടുണ്ട്. അതിൻ്റെ അകത്ത് 7.7 എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അതേ ഫോമുല വെച്ച് തന്നെ 30 ഡിഗ്രിയിലും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അവിടുത്തെ എസ്സും നമുക്ക് 0.1423 എന്ന് കിട്ടും. അവിടുത്തെ C 8.29 എന്ന് കിട്ടും. അതായത് 20 to 30 ഡിഗ്രി സെൽഷ്യസിൽ ഇത്ര ഹൈറ്റിൽ വെച്ചാൽ പോലും നമ്മുടെ കോൺസെൻട്രേഷൻ ഈ റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട kg നമുക്ക് ഏകദേശം 68 കിലോ വേണമെന്ന് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഗ്യാസ് നമുക്ക് സിലിണ്ടറിൻ്റെ സൈസ് അനുസരിച്ച് പല രീതിയിൽ അവൈലബിൾ ആണ്. അതിനെ കുറച്ച് സ്റ്റാൻഡേർഡ് സൈസുകളുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പൈപ്പിംഗ് ഒക്കെ ചെയ്ത് വെക്കാറാണ് പതിവ്. ഇപ്പോൾ അതിൻ്റെ ഒരു 3D വ്യൂ നമുക്കിവിടെ കാണാം. ഗ്യാസ് സിലിണ്ടർ അവിടെ വച്ചേക്കുന്നതാണ്. 4 ഗ്യാസ് സിലിണ്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പല വാൽവ് സിസ്റ്റംസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മുടെ സെർവർ റൂമിലേക്ക് പോയിട്ടുണ്ട്. അവിടെ പല നോസിലുകളുണ്ട്. ഇവിടെ അതിൻ്റെ നോസിലുകളാണ് ഗ്യാസ് ഓപ്പൺ ചെയ്ത് പോകാൻ വേണ്ടിയുള്ള. ഇതിൻ്റെ അനിമേഷൻസൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ അനിമേഷനിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഞാനതിൻ്റെ കാൽക്കുലേഷൻസാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് മിക്കതും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൂടുതലും കാൽക്കുലേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ തിയറി പാർട്ടാണ് മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഈ വെയിറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് 52 ലിറ്ററിൻ്റെ ഒരു ലിക്വിഡ് ഫോമിലാണത് സ്റ്റോർ ആവുന്നത്. എന്നിട്ടത് റിലീസ് ചെയ്യുമ്പോൾ ഗ്യാസ് ആവുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ LPG ഒക്കെ പോലെ തന്നെ അതേ കഥ തന്നെ. അപ്പോൾ 52 ലിറ്ററിൻ്റെ ഇതിൽ നമ്മൾ മാക്സിമം അതിൻ്റെ 80% ലോഡ് ഉള്ള രീതിയിൽ, അതായത് 41 kg ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളത് ഫില്ല് ചെയ്യുന്നത്. അതാണൊരു നല്ല രീതി അല്ലെങ്കിൽ ഗുഡ് പ്രാക്ടീസ് എന്ന് പറയപ്പെടുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ അതിൻ്റെ നോസിലിൻ്റെ സൈസാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നോസിൽ പൊതുവേ 2 ടൈപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 360 ഡിഗ്രി കവറേജും 180 ഡിഗ്രി കവറേജും ഉള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നോസിലിൻ്റെ 180 ഡിഗ്രി കവറേജ് ഉള്ളതിൻ്റെ വാവട്ടം ഇത്തിരി കൂടുതലായിരിക്കും. 360 ഡിഗ്രി കവറേജ് ഉള്ളതിൻ്റെ വാവട്ടം ഇത്തിരി ചെറുതായിരിക്കും. അപ്പോൾ അതിൻ്റെ റേഞ്ച് അതിൻ്റെ വാവട്ടം എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു കവറേജ് ഏരിയ ഇത്രയാണ്, റേഡിയസ് അത്രയും സർക്കിളിലായിരിക്കും അത് കവർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ ഈ റൂമിൻ്റെ ആകെ നീളം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആകെ വീതി എന്ന് പറഞ്ഞാൽ 4.2 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 360-ൻ്റെയോ അല്ലെങ്കിൽ 180-ലോ വെച്ചാലും ഏത് വെച്ചാലും നമുക്ക് ഫുള്ള് കവറാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഫുൾ വീതി അതിൽ കവറാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു നോസിൽ തന്നെ മതി. എന്നിട്ട് ഈ പറഞ്ഞ ഒരു
ഒരു സിലിണ്ടർ മതിയാവും, 2 സിലിണ്ടർ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കോസ്റ്റ് വൈസ് നോക്കിയിട്ട് നമ്മൾ പ്രാക്ടിക്കലി ചിലപ്പോൾ ഒരു സിലിണ്ടർ വെച്ച് അതിൽ നിന്ന് കണക്ഷനൊക്കെ കൊടുത്ത് വാൽവൊക്കെ കൊടുത്തിട്ട് ഈ ഒറ്റ നോസിൽ ഈ 360 ഡിഗ്രി ഒറ്റ നോസിലങ്ങ് വെച്ച് കൊടുക്കാനായിരിക്കും സാധ്യത കൂടുതലും. ഇനി നമ്മൾ പൈപ്പിൻ്റെ സൈസ് അതിന് യൂസ് ചെയ്യാൻ, പൈപ്പിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള അതിൻ്റെ സൈസ് നോക്കാൻ വേണ്ടി നമ്മൾ ടോട്ടൽ ഇതിൻ്റെ ഏജൻറ്റിൻ്റെ KG നോക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതിൽ 48 കിലോ നമുക്ക് കിട്ടി വയ്ക്കുക. അപ്പോൾ 48 കിലോ ആണെങ്കിൽ നമുക്ക് 48/10 അതിൻ്റെ 10 സെക്കൻഡിൽ ഡിസ്ചാർജ് ആവുന്നുള്ള രീതിയിലാണ്. അപ്പോൾ 48 kg ഡിവൈഡ് ബൈ 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 4.8 kg/s എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫ്ലോയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് അല്ലെങ്കിൽ 32 ഡയോളുള്ള MS-ൻ്റെ പൈപ്പൊക്കെ ആയിരിക്കും ഇതിന് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കിട്ടുന്നതിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ ഇങ്ങനത്തെ ചാർട്ടുകൾ അവൈലബിൾ ആണ് NFPA 2001 പ്രകാരമുള്ള. അപ്പോൾ അതിൻ്റെ അകത്ത് കാണാം HFC 227E എന്ന് പറഞ്ഞ ഏജൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ 6.25 to 7% എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അത് ക്ലാസ് Aന് വേണ്ടിയുള്ളതാണെന്നുള്ളത് നമ്മൾ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനാണ് FM200 എന്ന് വിളിക്കുന്നത്. FM200ൻ്റെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വാല്യൂസ് ഇവിടെ കാണാം. നമ്മൾ നേരത്തെ ഓൾറെഡി ഫോമുലാസ് ഉണ്ട്. കണ്ടോ, S = 0.1268 + 0.005133 × T എന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ജനറലി ഫോമുല എന്ന് പറഞ്ഞാൽ K1 + K2 × T എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. K1 K2 K3 ഓരോ ടൈപ്പ് HFC 22EAയും അങ്ങനെ പല ഇത് അവൈലബിൾ ആണ്. നോവാക് 1230 ഇതൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ള ഗ്യാസസ് തന്നെയാണ് ഈ കാണുന്നത്. ഫോമുല ഒരു ഏജൻറ്റിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ വോളിയം ബൈ കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം ബൈ സ്പെസിഫിക് വോളിയം ഇൻറ്റു C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ബൈ 100 - C എന്നാണ്. പിന്നെ നമ്മൾ ഹൈറ്റ് അനുസരിച്ച് ഉള്ള ഞാൻ നേരത്തെ 0.83 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് കാണിച്ചിരുന്നു. അപ്പോൾ അത് വരാൻ കാരണം ഇതാണ്. നമുക്ക് 3000, 4000, 5000 എന്ന് പറഞ്ഞ ഫീറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീറ്റേഴ്സ് കൂടുന്നവരും കറക്ഷൻ ഫാക്ടർ കൂട്ടണം. കറക്ഷൻ ഫാക്ടർ കൂട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസപ്പെടുത്തണം. സെയിം ഗ്രൗണ്ട് ലെവലിലുള്ള അതേ കോൺസെൻട്രേഷനിൽ നമ്മൾ ഹൈറ്റിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ, അതായത് സീ ലെവലിൽ ഉള്ള കോൺസെൻട്രേഷൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെ ലെവൽ മാറുന്നതനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറുന്ന ഒരു പ്രശ്നം ഉള്ളതിനാൽ നമ്മൾ ഈ ഒരു ഹൈറ്റ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ 57 കിട്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ബൈ 0.83 എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് 68 കിലോ എന്ന് അടിച്ചത്. കാര്യം നമ്മൾ 68 കിലോ കിട്ടിയെങ്കിലും നമ്മൾ 48 കിലോയിൽ വെച്ചാണ് എൻ്റെ പൈപ്പിൻ്റെ സൈസൊക്കെ എടുത്തത്. അപ്പോൾ അത് നമുക്കല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സിലിണ്ടറൊക്കെ വെക്കേണ്ടി വരും. ഇത് നമ്മൾ ഒരു എന്താ പറയുക, കുറേ ഒരു മുൻകൂട്ടി ആവശ്യത്തിൽ കൂടുതൽ മുൻകൂട്ടിയൊക്കെ ചെയ്ത കണക്കാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ കമ്പ്യൂട്ടർ റൂമിന് വേണ്ടി 2 സിലിണ്ടറൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ്റെ ലെവൽ ഇങ്ങനെ നോക്കി 9% കോൺസെൻട്രേഷൻ അതിൻ്റെ സേഫ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഞ്ച് പല ഗ്യാസുകളുടെയും റേഞ്ചസ് ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്യാസ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടേബിൾസ് ഇതേപോലെ NFP ഘടകത്തൊക്കെ കിടക്കുന്നുണ്ട്, NFPA 2001 കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മളത് ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇത് വേറൊരു സ്റ്റാൻഡേർഡ് ചാർട്ടുകളാണ്. നമ്മുടെ 4.5 ലിറ്റർ മുതൽ ഈ ഗ്യാസുകളുടെ വോളിയം അവൈലബിൾ ആണ്. അപ്പോൾ 4.5, 8 ലിറ്റർ, 16 ലിറ്റർ, 32 ലിറ്റർ, 40 ലിറ്റർ, 52 ലിറ്റർ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എത്ര കിലോ അല്ലെങ്കിൽ എത്ര കിലോ ഉണ്ടാവും, അതിൻ്റെ വാൽവിൻ്റെ സൈസ് എത്രയാണ് വേണ്ടത്, അപ്പോൾ ഫ്ലോറിൽ നിന്ന് ഔട്ട്ലെറ്റ് വരെ അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ എത്ര ഡയമീറ്ററാണ് അതിൻ്റെ വാൽവിൻ്റെ എന്നൊക്കെ ഉള്ള കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നോർമൽ വെയിറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ നമ്മുടെ ഗ്യാസ് സപ്ലൈ സിസ്റ്റത്തിൽ ഈ ചാർട്ടുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സെലക്ഷന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കാണ് എങ്ങനെയാണ് കൊടുക്കുന്നത്. 180 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെ കൊടുക്കും എന്നുള്ളതും 360 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെ കൊടുക്കുന്നുള്ളത്. 8 പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോളാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്ചാർജ് നോസിൽ നമുക്ക് കാണാം, അതിൻ്റെ പോർട്ട്സ് പറഞ്ഞാൽ ഹോൾസാണ്. അപ്പോൾ അത് വച്ചേക്കുന്നതാണ്. അതിൻ്റെ കവറേജ് ആയിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന കാണാം. ഈ നോസിലുകൾ എത്ര എണ്ണം വേണമെന്നുള്ളത് നമ്മൾ നമ്മുടെ വോളിയം ഓഫ് ഫസാഡ്, ആ ലൊക്കേഷൻ്റെ വോളിയം ഡിവൈഡ് ബൈ ടോട്ടൽ കവറേജ് ഏരിയ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കവറേജ് ഏരിയ ഫീസ് നോസിൽ, ഓരോ നോസിലും എത്ര ഏരിയ കവർ ചെയ്യുന്നുള്ളത് 360, 180 അനുസരിച്ചുള്ള നമ്മൾ നോക്കും. അപ്പം ഇപ്പോൾ ഇതിൽ
95.3 ആണ് അതിൻ്റെ കവറേജ് ഏരിയ ഉള്ളത് ഒരു നോസിലിൻ്റെ. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് 85 മീറ്റർ ക്യൂബ് വോളിയമാണ്. അപ്പോൾ 85/9.3 എന്ന് പറയുമ്പോൾ ഒരു 0.89 ഉള്ളൂ നമുക്കപ്പോൾ അത് റൗണ്ട് ചെയ്ത് 1, അതായത് ഒരു നോസിൽ മതിയാകും എന്നുള്ളതാണ് ആ നോസിലിൻ്റെ എണ്ണം തീരുമാനിക്കാൻ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് പൈപ്പിൻ്റെ സൈസുകൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. മിനിമം മാക്സിമം ഫ്ലോ എത്ര വേണം എന്നുള്ള ആ റേഞ്ച് kg/s pound/s കൊടുത്തിട്ടുണ്ട്, lbs/s കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് മുതൽ 1/4 ഇഞ്ച്, 1/4 ഇഞ്ച്, 1 ഇഞ്ച് പൈപ്പുകൾ മുതൽ അങ്ങനെ 150യുടെ പൈപ്പ് വരെ അവൈലബിൾ ആണ്. അപ്പം നമ്മളത് ഈ ചാർട്ടുകളും കൂടി റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പിൻ്റെ സൈസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനലി നമ്മൾ അതിൻ്റെ പ്രഷർ മാക്സിമം 80% മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഡിസ്ചാർജ് ടൈം 6 to 10 സെക്കൻഡ് എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ സമ്മറി വരുന്നത്.